ബാരക്കാർ ഒന്നാകെ ഒഴുകിയെത്തി. അവിസ്മരണീയ അനുഭവമായി കർഷക ബന്ധു പുരസ്കാര വിതരണം. മീത്തിൽ മാങ്ങാട്ട് വെച്ച് നടത്തിയ പരിപാടി ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. മൈത്രി വായനശാല ഗ്രന്ഥാലയം, പീപ്പിൾസ് മാങ്ങാട് എന്നിവ ബാറയിലെ പൗരാവലിയുടെ സഹായത്തോടെയാണ് കർഷക ബന്ധു പുരസ്കാര വിതരണവും ഒപ്പം മൈത്രി കമ്മ്യൂണിറ്റി റേഡിയോയും പ്രതിഭകളെ ആദരിക്കലും ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചത്. മീത്തിൽ മാങ്ങാട്ടെ രാധാകൃഷ്ണന്റെ വസതിയിൽ വെച്ച് നടത്തിയ പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടും ശ്രദ്ധേയമായി. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു ജനകീയമായ രീതിയിൽ നാട്ടിലെ ആളുകളുടെ മൊത്തം ആളുകളെ ഒരു കൂട്ടായ്മയായിട്ട് മാറ്റാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതിന്റെ അതിന്റെ പൂർണ്ണമായ ക്രെഡിറ്റ് ഇതിന് നേതൃത്വം നൽകുന്ന നിങ്ങൾക്കാണ്. മോഹനൻ മാങ്ങാട്ട് ഉൾപ്പെടെയുള്ള ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾക്കാണ്. അത് തുടർന്നും കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ കൂട്ടായ്മ നല്ല രീതിയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാട് വിഷനോടുകൂടി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം എന്ന് ഞാൻ പറയുകയാണ്. അത് മറ്റു ലൈബ്രറികളും കൂടി അത് മാതൃകയാക്കിയാൽ നന്നാവും. നമ്മുടെ പഞ്ചായത്തിലെങ്കിലും മറ്റു ലൈബ്രറിയെങ്കിലും അത് മാതൃകയാക്കിയാൽ നന്നാവും എന്നാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാറുള്ളത്. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് K ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. പ്രമുഖ കർഷകരും പൗരപ്രമുഖരുമായ കൊട്ടരമാങ്ങാടിന്റെ പേരിലുള്ള കർഷക ബന്ധു പുരസ്കാരം ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ ബേബി ശിവാനന്ദന് സമ്മാനിച്ചു. പ്രശസ്തി പത്രവും 5000 രൂപയും നാടൻ നെൽവിത്തുകളും പണിയായുധവും അടങ്ങിയതാണ് പുരസ്കാരം. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും ആകെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇതെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് എനിക്കുള്ള അഭ്യർത്ഥന, ഈ മൈത്രി വായനശാലയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ വീട് വീടാന്തരം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ വൈകുന്നേരങ്ങളിൽ സൃഷ്ടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എല്ലാവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും. ഒരു ബേബി ശിവാനന്ദൻ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലുള്ള ധാരാളം പേരുണ്ട്. അവരെ കണ്ടെത്തി അനുമോദിക്കാനും സർഗധനരായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. മുതിർന്നവരെ ഇവിടെ ആദരിക്കുന്നവരുണ്ട്, മുതിർന്നവരെ റെക്കഗ്നൈസ് ചെയ്യുന്നവരുണ്ട്, അവർ ഓർക്കുന്നവരുണ്ട്. അവര് നമ്മുടെ സമൂഹത്തിനുണ്ടാക്കിയ ഒരുപാട് നന്മകളെ പറ്റിയിട്ട് ഇവിടെ നമ്മൾ ഏവർക്കുന്നത്, വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ട് നമ്മുടെ അമ്മമാരുടെ ഇടയിലും അല്ലെങ്കിൽ കർഷക സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് അനുമോദിക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ നാട്, പ്രത്യേകിച്ചും കേരളം, നമ്മുടെ രാജ്യത്തിന് അതിനെ മാതൃകയായി കഴിഞ്ഞു. അത് നമ്മൾ വളരെ സ്പീഡ് അതിന് സംഭവിക്കുന്നു എന്നുള്ളതാണ് വലിയ സന്തോഷമുള്ള കാര്യം. ജനപ്രതിനിധികളായ PV രാജേന്ദ്രൻ, സുകുമാരി ശ്രീധരൻ, സൂര്യാബി, പ്രദീപ് അരമങ്ങാനം, M ജാനകി, രാജകല നാരായണൻ, മകൾ ടീച്ചർ എന്നിവരെ ബാരയിലെ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. വയോവന്ദനം പരിപാടിയുടെ ഭാഗമായി മുതിർന്ന പൗരന്മാരായ മാധവൻ നായർ, അബ്ദുല്ല മേസ്ത്രി, മുഹമ്മദ് കുഞ്ഞി ഹാജി തൊട്ടിയിൽ, നെട്ടൂർ കാർത്തിയാനിയമ്മ മൂലയിൽ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ റഹ്മാൻ മുട്ടത്തൊടിക്കും പരിപാടിയിൽ ആദരവ് നൽകി. സർഗോത്സവത്തിലെ പ്രതിഭകളായ ആര്യശ്രീ M, VA ജാന, ആദിമ ബാബു, ഗൗരി കൃഷ്ണ, തനിഷ്ക രതീഷ്, അൻവിയ ബാബു, P ഫാത്തിമ എന്നിവർക്ക് അനുമോദനം നൽകി. പരിപാടിയിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന മുഖ്യാതിഥിയായി പങ്കെടുത്തു. രാധാകൃഷ്ണൻ മാങ്ങാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. ബാലകൃഷ്ണൻ തെക്ക് വീട് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. മോഹനൻ മാങ്ങാട് സ്വാഗതവും സരസ്വതി മാങ്ങാട് നന്ദിയും പറഞ്ഞു. കുഞ്ഞികൃഷ്ണൻ മാങ്ങാട്, കുഞ്ഞിക്കട്ടൻ നായർ, പരമേശ്വര ഗജനായ, രാഘവൻ മാങ്ങാട്, രാഘവൻ നായർ, മുഹമ്മദ് കുഞ്ഞി ഗുൽദാരി, കൃഷ്ണൻ ആജടുക്കം, KB അഖിലേഷ്, ശ്രീധരൻ അണിഞ്ഞ, മാധവി ടീച്ചർ, അജിത്ത് മൂലയിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഉദുമ.